പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ്. CM Punkന്റെ സെഗ്മെൻറ്റ് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഗ്രേസൺ വോളറും ഓസ്റ്റിൻ തിയറിയും ടീം ആയിക്കൊണ്ട് മെയിൻ ഇവൻറ്റ് ജെ ഊസോയും ഒരു മിസ്റ്ററി പാർട്ട്ണറും അങ്ങനെയുള്ള ഒരു ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. വുമൻസിൻ്റെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ലൈറ വാൽക്കീരിയ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ റഗിൽ റോഡ്രിഗസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ ജോൺസിനെ സംബന്ധിച്ചുള്ള ഒരു ബിഗ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിൽ ജോൺസിന അപ്പിയർ ചെയ്യുന്നുണ്ട്. ജോൺസിന മാത്രമല്ല, നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സും അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ചത്തെ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ച ജോൺസണയുടെ ഭാഗത്തു നിന്നുള്ള കിടിലൻ പ്രൊമോ സെഗ്മെൻറ്റ് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലും കാണാൻ സാധിച്ചേക്കാം. ഫിസിക്കലായിട്ടുള്ള ഒരു ഫൈറ്റിലേക്ക് കോഡിയും സീനയും കടക്കുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അങ്ങനെയുള്ള ഒരു ഫൈറ്റ് നടക്കാനും അടുത്ത റോ എപ്പിസോഡിൽ സാധ്യത ഏറെയാണ്. ഇന്നത്തെ റോ എപ്പിസോഡ് ഓവറോൾ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഇട്ടാൽ നിങ്ങൾ എത്ര സ്റ്റാർ കൊടുക്കും എന്നുള്ളത് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇന്നത്തെ റോ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 3 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് നോ ഹോൾസ് ബാരഡ് മത്സരമാണ്. നോ ഹോൾസ് ബാരഡ് മത്സരത്തിൽ ലുഡ്വിഗ് കൈസറിനെ ഗംഭീര മത്സര പ്രകടനത്തോട് കൂടിയിട്ട് പെൻഡ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം പെൻഡ എന്ന റെസ്ലറുടെ നെക്സ്റ്റ് ടാർഗറ്റ് അത് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് ആണെന്നുള്ളത് പെൻഡ വെളിപ്പെടുത്തുന്നതും ആ ഒരു ഇൻ്റർവ്യൂയിലൂടെ കാണാൻ സാധിച്ചു. കൂടാതെ ഈ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ബ്രോൺ ബ്രേക്കർ ഫിൻ ബാലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുകയും മത്സരത്തിൽ റിട്ടേൺ ചെയ്യുകയും ചെയ്തതിന് ശേഷം ജഡ്ജ്മെൻറ്റ് ഡേ ബ്രോൺ ബ്രേക്കറിനെ ആക്രമിച്ചപ്പോൾ അവിടെ രക്ഷിക്കാൻ വന്നത് പെൻഡയായിരുന്നു. പെൻഡ എന്ന റെസ്ലറിൻ്റെ ആ ഒരു വരവ് പിന്നീട് ബ്രോൺ ബ്രേക്കറുമായി ഫേസ് ടു ഫേസ് വന്ന് നിൽക്കുന്ന ഒരു മൊമെൻറ്റും കാണിച്ച് റോ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ പുതിയ താരങ്ങൾക്ക് അതുപോലെ തന്നെ ബ്രോൺ ബ്രേക്കറിനെ പോലെയുള്ള യുവ താരങ്ങൾക്ക് മെയിൻ ഇവൻറ്റ് സ്പോട്ട് കൊടുത്ത് അവർ ഭാവിയെ സുരക്ഷിതമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായി കാണാൻ സാധിച്ചു. അതുപോലെ ഈ ഓപ്പണിങ്ങിലെ മത്സരം മെയിൻ ഇവൻറ്റിലെ ചാമ്പ്യൻഷിപ്പ് മത്സരം രണ്ടും കിടിലമായിട്ടുള്ള ഒരു മത്സരങ്ങളായിരുന്നു. ഈ 2 ഭാഗവും എനിക്ക് ഇഷ്ടപ്പെട്ടു. പെൻഡ എന്ന റെസ്ലറിന് റെസ്ൽമേനിയ 41 ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ കിടിലൻ മത്സരം നമുക്കവിടെ പ്രതീക്ഷിക്കാം എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുപോലെ തന്നെ ഏറ്റവും കിടിലമായി തോന്നിയ മറ്റൊരു ഭാഗം ആ കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻ്റ് ആയിരുന്നു. നിലവിലെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ഇയോ സ്കൈയും ബിയാങ്ക ബെലേറും തമ്മിലുള്ള റെസ്ൽമേനിയ 41 മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റ്. ഇതിൽ 2 പേരും സൈൻ ചെയ്തതിന് ശേഷമാണ് റിയ റിപ്ലിയുടെ ഒരു വരവ്. റിയ റിപ്ലി വന്നതും പിന്നീട് ബിയാങ്ക ബെലേറിൻ്റെ ശ്രദ്ധ റിയ റിപ്ലിയിലേക്ക് എത്തുന്നു. ഇയോ സ്കൈ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ബാക്കിലേക്ക് പോകുന്നതായി കാണാൻ സാധിച്ചു. പിടിച്ച് തള്ളപ്പെടുന്നതായിട്ടും കാണാൻ സാധിച്ചു. തുടർന്നുണ്ടായ ഒരു ഫൈറ്റിൽ റിയ റിപ്ലിക്കാണ് ആധിപത്യം കിട്ടിയത്. ആ കോൺട്രാക്റ്റിൽ റിയ റിപ്ലി സൈൻ ചെയ്യുകയും കോൺട്രാക്റ്റ് കൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോകുകയും പിന്നീട് നടന്ന ഒരു ഗംഭീര ബാക്ക് സ്റ്റേജ് ഫൈറ്റിൽ റിയ റിപ്ലിയെ മറ്റ് ഒഫീഷ്യൽസ് വന്ന് തടഞ്ഞു നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ റെസ്ൽമേനിയ 41 ട്രിപ്പിൾ ത്രെറ്റ് മത്സരം അതിഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റോറിയോട് കൂടി അവർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 3 പേർക്കും തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം ഇപ്പോഴത്തെ സ്റ്റോറി അവർ കൊടുക്കുന്നുണ്ട്. ഇനി തുടർന്നുള്ള എപ്പിസോഡുകൾ കണ്ടു തന്നെ അറിയണം. ഈ 3 ഭാഗങ്ങളും ഇന്നത്തെ റോ എപ്പിസോഡിൽ ഏറ്റവും കിടിലമായിട്ട് ഫീൽ ചെയ്തു. 3ാമത്തെ സ്റ്റോറി അപ്ഡേറ്റ് ഫിൻ ബാലറിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഫിൻ ബാലർ ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിനാണ് ചലഞ്ച് ചെയ്തത്. മത്സരത്തിൽ ഫിൻ ബാലറിൻ്റെ ഒരു വിജയ സാധ്യത തുറന്നു വന്നത് ജഡ്ജ്മെൻറ്റ് ടീം അംഗങ്ങളുടെ ഇൻ്റർഫിയറൻസ് നടന്നപ്പോഴാണ്. പക്ഷേ അത് ഫിൻ ബാലറിൻ്റെ പരാജയത്തിലേക്കാണ് നയിച്ചത്. ഡൊമിനിക് മെയ്സ്റ്റീരിയോക്കെതിരെയുള്ള സ്റ്റോറിയും കൂടാതെ ഫിൻ ബാലർ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ടീമിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ആയിരിക്കും ഫിൻ ബാലറിൻ്റെ ഭാവി സ്റ്റോറി അല്ലെങ്കിൽ റെസ്ൽമേനിയ 41 സ്റ്റോറി ആംഗിളായിട്ട് അവർ കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. കൂടാതെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ പുതിയ മെമ്പറായിട്ട് പെൻഡയെ കൊണ്ടുവന്നാലോ എന്നുള്ളത് ഡൊമിനിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ മെമ്പർ ഉടനെ ജഡ്ജ്മെൻറ്റ് ഡേയിലേക്കും വരാൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് റോ എപ്പിസോഡിലൂടെ തുറന്നു കാണിച്ചിരിക്കുന്നു. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ചാറ്റ് ഗേബിൾ മാസ്ക് ധരിച്ച് വന്നതിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ആഴ്ചത്തെ റോ എപ്പിസോഡിൽ ആ മാസ്ക് ധരിച്ച് വന്ന ആ ഒരു അൺഎക്സ്പെക്റ്റഡ് മൊമെൻറ്റിൽ നിന്ന് ചാറ്റ് ഗേബിൾ തന്നെയാണ് ആ മാസ്കിന് പിറകിൽ എന്നുള്ളത് വളരെ വ്യക്തമാക്കി അവർ ഇന്നത്തെ റോയിലൂടെ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. ചാറ്റ് ഗേബിൾ മാസ്ക് ഇട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് റിംഗ് നെയിമായിട്ട് പുതിയൊരു പേര് കൊടുക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു പേര് ട്രേഡ് മാർക്കിലൂടെ അതിൻ്റെ ഒരു പാറ്റൻറ്റ് ഇപ്പോൾ WWE സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നു.
ചാറ്റ് ഗെയിമുകളുടെ ഈ ഒരു സെഗ്മെൻറ്റ് വെറുപ്പിക്കുന്നില്ല, ഗംഭീരമായിട്ട് തോന്നുന്നുണ്ട്. ഇനി വരുന്ന റോ എപ്പിസോഡിൽ ഇതിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നാൽ സ്റ്റോറി ഒന്നും കൂടി ഗംഭീരമാകുമെന്ന് തോന്നുന്നു. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത്, പതിവ് പോലെ റോ എപ്പിസോഡിൽ ഒട്ടും ലോജിക്കില്ലാത്തതായിട്ട് ഫീൽ ചെയ്തത് വേൾഡ് ഹെവി വെയ്റ്റ് സ്റ്റോറിയുടെ ബിൽഡപ്പ് തന്നെയാണ്. ജെ ഊസോയുടെ എൻട്രൻസ് മാറ്റി നിർത്തിയാൽ ജെ ഊസോയെ കൊണ്ട് അവർക്ക് ഈ സ്റ്റോറിയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി കാണിച്ചു തന്നിരിക്കുന്നു. ഓസ്റ്റിൻ തിയറി എന്ന താരത്തിനെതിരെ ഒരു സ്ക്വാഷ് മത്സരം പോലെയുള്ള ഒരു വിജയം ജെ ഊസോയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. അതിനുശേഷമുള്ള ഗിന്തറിൻ്റെ ആക്രമണം, അതിനെ തിരിച്ചടിക്കുന്ന ജെ ഊസോ, ഇത് തന്നെയാണ് കഴിഞ്ഞ കുറച്ചധികം റോ എപ്പിസോഡുകളായിട്ട് അവർ കാണിക്കുന്നത്. കഴിഞ്ഞ റോ എപ്പിസോഡുകളിലൊക്കെ ഗിന്തറിനാണ് ആധിപത്യം കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജെ ഊസോയ്ക്ക് ഒരു ആധിപത്യം കൊടുത്തിരിക്കുന്നു. ഇത് തന്നെ മാറ്റിയും മറിച്ചും അവർ ഇട്ട് റോ എപ്പിസോഡിൽ റസൽമീനിയ 41 വരെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും, ആ മത്സരത്തിന് ആരാധകർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രസക്തിയുണ്ടോ, ഈ സ്റ്റോറി കൊണ്ട് ആർക്കെങ്കിലും ഗുണം ഉണ്ടോ എന്നുള്ളത് ക്രിയേറ്റീവ് ടീം ഇപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. അത് വലിയ ഒരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തു. പിന്നീട് പങ്കുവെക്കാനുള്ളത് ഏറ്റവും അവസാനത്തെ സ്റ്റോറി അപ്ഡേറ്റ്, സെത്ത് റോളിൻസ് എന്താണ് റോ എപ്പിസോഡിലെ സെഗ്മെൻറ്റിൽ പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. വളരെ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ, ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോമൻ റീൻസ്, CM പങ്ക് തുടങ്ങിയവരുടെ സെഗ്മെൻറ്റിൽ സെത്ത് റോളിൻസും കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതും സെത്ത് കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പോൾ റോമൻ പങ്ക് തുടങ്ങിയവർക്കെതിരെയുള്ള തൻ്റെ മറുപടി അവിടെ വെച്ച് നൽകാമെന്നുള്ളതും സെത്ത് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 പേരും ഒരേ സമയം റിങ്ങിൽ വന്നാൽ ഒരു കൂട്ട അടി പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡും യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കിടിലമായിട്ടുള്ള മൊമെൻറ്റ്സ് പ്രതീക്ഷിക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.